ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ അമ്പൂരി വില്ലേജിലെ അമ്പൂരി ബ്രിഡ്ജ് കാണാനാണ്. നമ്മൾ ഈ കാണുന്ന നെയ്യാർ ഡാമിൻ്റെ പരിസരമാണ്. നെയ്യാർ ഡാം വഴിയാണ് ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് എൻട്രി ചെയ്തത്. സോ ഒരുപാട് പേര് ഞാൻ റീൽസും ഷോർട്സൊക്കെ ഇട്ടപ്പം ഇതേത് സ്ഥലം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര്, ഇവിടെ ഉള്ളവർ മാത്രമല്ല പുറം രാജ്യത്തുള്ളവർ വരെ ചോദിച്ചു, ഇങ്ങനെ ഇതേത് ഇത്രയും നല്ല അടിപൊളി സെറ്റ് സ്ഥലം എവിടെയാണ്. ട്രിവാൻഡ്രത്തുള്ളവർ വരും ചോദിച്ചു. ഞാൻ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. സോ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചൊരു ഇച്ചിരി ഒരു വീഡിയോ ചെയ്താലോ എന്ന്, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോയത്. ഈ പ്ലേസിൽ ടൂ വീലറിൽ പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്നത്. ഈ ബ്രിഡ്ജ് വഴി കഷ്ടിച്ചൊരു ഓട്ടോ പോവും, പിന്നെ ബൈക്ക് മാത്രമേ പോകൂ കേട്ടോ. ബൈക്കൊക്കെ സുഖമായിട്ട് പോകും. ശരിക്കും ഞങ്ങളൊരു വിരുന്നിന് വന്നതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ്. സോ ഞങ്ങളിപ്പോൾ ചേട്ടനൊക്കെ സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത് ഹസ്ബൻഡിൻ്റെ നാടാണ്. ഹസ്ബൻഡിന് ഈ സ്ഥലത്തെ പറ്റി എല്ലാം അറിയാം. ഈ സ്ഥലം മാത്രമല്ല, ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്ത് ഇത്രയും അടിപൊളി സ്പോട്ടൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ആക്ച്വലി നമ്മൾ ഈ നടക്കുന്ന പ്ലേസ് ഫുൾ ബ്രിഡ്ജ് പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വറ്റി വരണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലായതാണ്. ശരിക്കും സമ്മർ സീസൺ ആയതുകൊണ്ട് വറ്റി വരണ്ട് നമ്മൾ ഈ നടക്കുന്ന ഭാഗത്ത് എല്ലാം വറ്റി വരണ്ട് അവിടെ പുല്ല് കിളിർത്ത് വന്ന്, നനവിൽ പുല്ല് കിളിർത്ത് വന്ന് അത്രയും ഭംഗിയുള്ള സ്ഥലമായിട്ട് മാറിയതാണ് ശരിക്കും. ഈ മൺസൂണൊക്കെ ആകുമ്പോൾ ഡാമിലൊക്കെ വെള്ളം നിറയുമ്പോഴും പിന്നെ അല്ലെങ്കിൽ ഉൾക്കാട്ടിലൊക്കെ മഴ പെയ്ത് വെള്ളം ഇറങ്ങുമ്പോഴൊക്കെ മാത്രമേ ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ മുകളറ്റം വരെ വെള്ളം ഉണ്ടായിരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. സോ ഒരുപാട് പേര് ഈ റീൽസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്നവരോട് ബൈക്കൊക്കെ കൊണ്ട് റൈസ് ചെയ്ത് മൊത്തം ചെളിക്കുളമാക്കി ഇട്ടിട്ട് പോയി ബൈക്കൊക്കെ കൊണ്ട് ഇറക്കും. അതാണ് അങ്ങനെ കുറേയൊക്കെ അങ്ങനെ പോയി ചെളിയായിട്ടൊക്കെ നിൽക്കുന്നത്. ദയവ് ചെയ്ത് ഒരു സ്ഥലം കാണാൻ വരുമ്പോൾ അവിടെ ഫുൾ പ്ലാസ്റ്റിക് ഒന്നും ഇട്ട് നശിപ്പിച്ച് പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളൊരു എടുത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി അവിടെ നിലനിർത്തണം. സോ ബൈക്കൊക്കെ കൊണ്ട് റൈസ് ചെയ്ത് എന്തിനാ വെറുതെ. ഓക്കെ, കൊണ്ടുവന്നാൽ മര്യാദയ്ക്ക് വെച്ചിട്ട് പോകണം. പിന്നെ ഈ ഒരുപാട് പേരിങ്ങനെ വന്ന് റീൽസൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇതൊക്കെ നശിപ്പിച്ചൊക്കെ ഇട്ടിട്ട് പോയൊക്കെ. പിന്നെ ഫുൾ ഗ്രീനറി കണ്ട എന്ത് അടിപൊളി പ്ലേസ് അല്ലേ. ഓക്കെ, ഉൾക്കാട്ടി മഴ പെയ്ത് ഞാൻ പറഞ്ഞു തന്ന പോലെ ഉൾക്കാട്ടി മഴ പെയ്താൽ ഇവിടെ ഫുൾ വെള്ളം നിറഞ്ഞു നിൽക്കുമോ. എന്തായാലും മൺസൂൺ സീസൺ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രീനറി ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഫുൾ വെള്ളമാകുമ്പോൾ ഈ പ്ലേസിലാണ് ഇപ്പോൾ റീൽസും യൂട്യൂബൊക്കെ വൈറലാണ് എല്ലാം. ബിക്കോസ് കാണാൻ നല്ല അടിപൊളി സീനറി ലുക്കാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അത്രയും ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഒരുമാതിരി നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ പണ്ട് ഈ വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അതുപോലെയുണ്ട് ഫുൾ ഗ്രീനറി. ഈവൻ ഞാൻ റീൽസും സ്റ്റാറ്റസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയില്ല, ഒരുപാട് പേര് ചോദിച്ചു. ആക്ച്വലി ദിസ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഹിഡൻ സ്പോട്ട് ഇൻ ട്രിവാൻഡ്രം. ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് പോലും അറിയാത്തൊരു ഹിഡൻ സ്പോട്ട്. എന്തിന് എനിക്ക് പോലും അറിയില്ല, ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടത് എൻ്റെ കണ്ണത്തിന് ഭയങ്കര ഒരു ഇതായിരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു മൈൻഡ് ഫുള്ള് ഫ്രഷ് ആവും. നമ്മൾ ആ തണുത്ത കാറ്റും ആ തണുപ്പും പുല്ലിൽ ചവിട്ടി നടക്കുമ്പോഴൊക്കെ ഒരു മൈൻഡ് റിഫ്രഷിങ് ഒരു വൈബ് കിട്ടും. പിന്നെ ടൈം പോണ പോലും ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നു, ടൈം പോണ പോലും അറിയത്തില്ല. ഭയങ്കര ഇപ്പോൾ നാച്ചുറൽ ലവേഴ്സിനൊക്കെ ആണെങ്കിൽ വലിയത് ഇഷ്ടപ്പെടും കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെടും. അടിപൊളി പ്ലേസാണ്. ഈ വില്ലേജിൽ വേറെയും കുറേ ട്രക്കിംഗ് പ്ലേസും ഹിൽസും ഒരുപാട് അരുവികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി എന്തെങ്കിലും പോകുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. തൽക്കാലം ഞങ്ങൾ രണ്ടിടത്തേ പോയിട്ടുള്ളൂ. കുരിച്ചി ഹില്ലിലും ഒന്ന് ഇവിടെ ബ്രിഡ്ജിലും വന്നു. കുരിച്ചി ഹില്ലിൽ ട്രക്കിംഗ് സ്പോട്ടിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് യൂട്യൂബ് ചാനലിൽ കയറി കണ്ടാൽ മതി. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും അടിപൊളി ട്രിവാൻഡ്രത്ത് ഇത്രയും അടിപൊളി സ്ഥലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.